Hi everyone, welcome back to our channel. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ബിൽഡിംഗ് എ സ്ട്രോങ് ടീമും ഐഡൻറ്റിഫൈ ദ പെയിൻ പോയിന്റ് ആൻഡ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്സ് ആണ്. സോ എന്താണ് ഒരു സ്ട്രോങ് ടീം? നമ്മളൊരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു സ്ട്രോങ് ടീം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു സ്ട്രോങ് ടീമിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടും, ടാസ്കുകൾ വേഗം വേഗം തീരും, ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിയും പല ആളുകൾ തിങ്ക് ചെയ്യുമ്പോൾ പല പല പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിയും ഡെവലപ്പ് ആവും. അതുപോലെ പ്രോബ്ലം സോൾവിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യും, എംപ്ലോയി സാറ്റിസ്ഫാക്ഷന് ഹെൽപ്പ് ചെയ്യും, ഗോൾസ് അലൈൻ ചെയ്യാനായിട്ട്, ക്ലിയർ ഗോൾസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ അലൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ, ടീം ബിൽഡിംഗ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റിക്ക് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ടീം വർക്ക്, എഫിഷ്യൻസി ഇതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഹൈ മോറൽസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് ഫീൽ എൻഗേജ്ഡ്, കമ്മിറ്റഡ് ടു വർക്ക്. ട്രസ്റ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ടീം വർക്ക്സ്, മ്യൂച്വൽ ട്രസ്റ്റ്, ഡിപ്പെൻഡബിലിറ്റി ഇതൊക്കെ ഒരു ഫാക്ടറാണ്. ഇനി ഫോസ്റ്ററിങ് ക്രിയേറ്റിവിറ്റി ആൻഡ് ലേണിംഗ്, ടീം ഷെയറിങ്, ലേണിംഗ് ഫ്രം ഈച്ച് അതർ ഇതൊക്കെ ഒരു സ്ട്രെങ്ത് ആൻഡ് എക്സ്പീരിയൻസസ് ആണ്. റീഇൻഫോമിങ് കമ്പനി കൾച്ചർ, പ്രൊമോട്ട് ചെയ്യും നമ്മുടെ കമ്പനിയുടെ കൾച്ചറും കാര്യങ്ങളും. ഇനി കീ എലമെന്റ്സ് ടു ബിൽഡ് എ സ്ട്രോങ് ടീം. ഒരു സ്ട്രോങ് ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് വേണ്ട ഒരു കീ എലമെന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ റൈറ്റ് ആൾക്കാരെ ഹയർ ചെയ്യുക, അവർക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള സ്കിൽസ് ഉള്ള ആളുകൾ. കമ്മിറ്റ്മെന്റ്, എവറി മെമ്പർ ഷുഡ് ബി കമ്മിറ്റഡ് ടു വർക്ക് ഇൻ എ ടീം. ഷെയർഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ കോമൺ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കണം. കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കൊളാബറേഷൻ ഉണ്ടാവണം. കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പറ്റണം. ക്ലിയർ ഒബ്ജക്റ്റീവ്, ഡിഫൈൻ ഗോൾസ്, പ്രൊവൈഡ് ഡയറക്ഷൻസ് ആൻഡ് പേർപ്പസസ്. ഇനി ഐഡന്റിഫൈങ് റോൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല പല റോൾസ് ഉണ്ടാവും. എങ്ങനെയാണ് അത് ഐഡന്റിഫൈ ചെയ്യുക? ഈ ഒരു പല പല റോൾസ് ഐഡന്റിഫൈ ചെയ്താലാണ് എൻഗേജ്മെന്റും എഫിഷ്യൻസി ഇംപ്രൂവ് ആവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ടീം മെമ്പറിന്റെ സ്കിൽസും ഇൻട്രസ്റ്റുകളും അസസ് ചെയ്യുക, അതനുസരിച്ചിട്ട് അവർക്കുള്ള റോൾസ് കൊടുക്കുക. റീഅസസ് പീരിയോഡിക്കലി ടു അഡാപ്റ്റ് ദ പ്രൊഡക്റ്റ് ചേഞ്ചസ്. ഇനി കോമൺ ടീം റോൾസ് എന്ന് പറഞ്ഞ ഒരു ലീഡർ ഉണ്ടാവും, ഒരു ചാലഞ്ചർ ഉണ്ടാവും. ഷേപ്പർ എന്ന് പറഞ്ഞാൽ ഡ്രൈവ്സ് പ്രോഗ്രസ് അണ്ടർ പ്രഷർ. ടീം വർക്കർ ഉണ്ടാവും, മോണിറ്റർ ഉണ്ടാവും, ഇതൊക്കെ കണ്ട് നോക്കി കാര്യങ്ങൾ നിർത്തുന്ന ഒരാൾ. ഇംപ്ലിമെന്റർ ഉണ്ടാവും. ഇനി എസെൻഷ്യൽ സ്കിൽസ് ടു സെറ്റ് എ സ്ട്രോങ് ടീം. ഒരു ഗുഡ് ടീമിൽ എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ വേണം, ആക്റ്റീവ് ലിസണിങ്, എല്ലാവരും ലിസൺ ചെയ്യണം, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായത് മാനേജ് ചെയ്യാൻ പറ്റണം, ലീഡർഷിപ്പ്, എല്ലാവരും ഇൻസ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കണം, പ്രോബ്ലം സോൾവിങ് ഉണ്ടാവണം, ഓർഗനൈസേഷന് അത് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം. ഇനി അതല്ലാതെ കുറേ കാര്യങ്ങളും കൂടി ഉണ്ട്, ലൈക്ക് ഗോൾ സെറ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ്, ഇന്റർപേഴ്സണൽ സ്കിൽസ്, ടൈം മാനേജ്മെന്റ്, ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഇതൊക്കെ വേറെ കുറച്ച് പോയിന്റ്സ് കൂടിയാണ്. ഇനി ടീം ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ പാറ്റേൺ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ടീം പെർഫോമൻസ്. അതാണ് ടീം ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ. ഒരു ഹെൽത്തി ടീം ആയിരിക്കണം, അതിൽ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ, ട്രസ്റ്റ്, റോളിൻ്റെ ക്ലാരിറ്റീസ്, ഡൈവേഴ്സിറ്റീസ്, കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻസ്, ആക്റ്റീവ് ലിസണിങ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഹെൽത്തി ടീം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഒരു സൈക്കോളജിക്കൽ സേഫ് സ്പേസ് ഉണ്ടാവണം, മീനിങ് ഫുൾ വർക്ക്, ഡിപ്പെൻഡബിലിറ്റി, സ്ട്രക്ചർ ആൻഡ് ക്ലാരിറ്റി, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു ഗുഡ് ടീമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഐഡന്റിഫൈങ് ദ പെയിൻ പോയിന്റ്സ് ആൻഡ് പ്രോബ്ലം സ്റ്റേറ്റ്. അപ്പോൾ പെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ആൻഡ് ഓപ്പറേഷണൽ ഇമ്പാക്റ്റ് ഓഫ് എ പ്രോബ്ലം. അങ്ങനത്തെ കാര്യങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? പെയിൻ പോയിന്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ കൺസൈൻസ്, ആക്ഷനബിൾ സമ്മറീസ് ആണ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇംപ്രൂവ്സ് ദ യൂസർ എക്സ്പീരിയൻസസ്, പ്രൊഡക്ടിവിറ്റി, സ്ട്രാറ്റജിക് ഫോക്കസ്, ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഹൗ ടു ഐഡന്റിഫൈ ദ പെയിൻ പോയിന്റ്. നമ്മൾ ഫീഡ്ബാക്സ് എടുക്കുക, സർവേസ്, ഇൻ്റർവ്യൂസ്, ഡയറക്റ്റ് ഒബ്സർവേഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. ഡേറ്റ അനാലിസിസ്, ഐഡൻറ്റിഫൈ ചെയ്യുക നമ്മുടെ ട്രെൻഡ്സ്, ഇൻഎഫിഷ്യൻസീസ്, റെക്കറിങ് ഇഷ്യൂസ്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. യൂസേഴ്സ് ആൻഡ് മാർക്കറ്റ് റിസർച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്?
യൂസർ ജേർണി മാപ്സ്, എംപതി മാപ്സ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഡേറ്റ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇനി എംപ്ലോയി ഇൻപുട്ട്, എൻഗേജ്ഡ് ഇൻ വൺ ഡിസ്കഷൻ, അനോണിമസ് സർവേസ്, ഇതൊക്കെ നോക്കാം. ക്രിയേറ്റിംഗ് യൂസർ പേഴ്സണ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ യൂസേഴ്സ് ടു സെയിലർ ദ സൊല്യൂഷൻ ടു സ്പെസിഫിക് നീഡ്സ്. ആർക്കൊക്കെയാണോ കറക്റ്റായിട്ട് ആവശ്യമുള്ളത് അവരിലോട്ട് ഇത് എത്തിക്കാം. ഇനി ഒരു ഡിഫൈനിങ് ഒരു എഫക്റ്റീവ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് സ്പെസിഫിക് ആയിരിക്കണം, ആക്ഷനബിൾ ആയിരിക്കണം. ഇനി പ്രയോറിറ്റൈസിങ് പെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോക്കസിങ് ഓൺ ഹൈ ഇമ്പാക്റ്റ് ഉണ്ടാവണം ഓൺ ദറ്റ് ഫ്രീക്വന്റ് ഇഷ്യൂ. ഐഡിയ ജനറേഷൻ ടെക്നിക്സ്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. സർവേസ്, കസ്റ്റമർ ഫീഡ്ബാക്ക്, ഡേറ്റ അനാലിസിസ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കാം. ഇനി മൂവിങ് ടുവേർഡ്സ് സോൾവിങ് ദ പ്രോബ്ലം, ട്രാൻസിഷൻ ഫ്രം പ്രോബ്ലം അണ്ടർസ്റ്റാൻഡിങ് ടു ഐഡിയേഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മൈൻഡ് മാപ്പിംഗ്, സ്കാംബ്ലർ, ലാറ്ററൽ തിങ്കിങ്, ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ പ്രോബ്ലത്തിന് ഒരു ഐഡിയയിലോട്ട് സ്വിച്ച് ചെയ്യുക. ഈ റിവേഴ്സ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ ജനറേറ്റ് ദ ഐഡിയ ബൈ തിങ്കിങ് അബൌട്ട് ഹൗ ടു കോസ് ദ വേഴ്സൺ ദ പ്രോബ്ലം. ഇത് then reverse them into the solution. ആദ്യം നമ്മൾ പ്രോബ്ലം പറയാം, അതിനുശേഷം തിങ്ക് ഓഫ് ദ വേഴ്സൺ ദ ഇഷ്യൂ, ഇത് എങ്ങനെ വേഴ്സ് ആവും, അതിനുശേഷം റിവേഴ്സ്ലി തിങ്ക് ചെയ്യുക, അങ്ങനെ വേഴ്സൺ ആവുകയാണെങ്കിൽ എങ്ങനെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഈ ഒരു അവസ്ഥയിൽ എന്നുള്ളത് തിങ്ക് ചെയ്യുക. അതാണ് റിവേഴ്സ് ബ്രെയിൻ സ്റ്റോമിംഗ്. ഇനി മൈൻഡ് മാപ്പിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഗ്രാഫിക്കൽ അപ്രോച്ച് ആണ് ടു ഓർഗനൈസ് ആൻഡ് എക്സ്പാൻഡ് ദ ഐഡിയ ബേസ്ഡ് ഓൺ ഹൗ ദ ബ്രെയിൻ നാച്ചുറലി പ്രോസസ് ദ, അതാണ് മൈൻഡ് മാപ്പിംഗ് ചെയ്യുക. ഇനി ഗ്രൂപ്പ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കൊളാബറേറ്റീവ് ഐഡിയേഷൻ എമംഗ് എ ഗ്രൂപ്പ് ടു എൻഹാൻസ് ക്രിയേറ്റീവ് ഔട്ട്പുട്ട്. അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹാർഷ്നെസ്, മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഫോക്കസ്ഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഗ്രൂപ്പാണ്, ഡിസ്കസിങ് എ ടോപ്പിക് അണ്ടർ എ മോഡറേറ്റർ ഗൈഡൻസ്. അതിൽ 6 to 10 പാർട്ടിസിപ്പൻസ് ആണ് ഉണ്ടാവുന്നത്. എൻകറേജ് ഫ്രീ ഐഡിയ എക്സ്ചേഞ്ച്, എഫക്റ്റീവ് ടു റെക്ടിഫൈ എറേഴ്സ് ആൻഡ് ഇംപ്രൂവ്സ് ദ ഐഡിയാസ് ത്രൂ ഡയലോഗ്സ്. നെക്സ്റ്റ് വൺ ഇസ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഐഡിയ ഷെയറിംഗ് സെഷൻസ് ആണ് വിത്ത് നോ ക്രിറ്റിസിസം, പ്രൊമോട്ട് ഡൈവേർജന്റ് തിങ്കിങ്, ഇതിനു വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് brainstorming, generate a wide range of ideas, encourage openness within the group. ഇനി യൂസിങ് യുവർ ബ്രെയിൻ എഫക്റ്റീവ്ലി ആണ് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുക, ഇമാജിനേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുക, നമ്മുടെ സ്ട്രക്ചേർഡ് ലോജിക് ഒക്കെ വെച്ചിട്ട് തിങ്ക് ചെയ്ത് ഒരു നല്ലൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഐഡിയ മാപ്പ് അല്ലെങ്കിൽ ഡയഗ്രാം ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ഇനി സിന്തറ്റിക്സ്, establish the connection between unrelated idea using metaphors and analogies വെച്ചിട്ട് കണക്ട് ചെയ്യുക. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ എൻകറേജ് ട്രഡീഷണൽ തിങ്കിങ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലാക്സ്ഡ് ആയിട്ടും ജഡ്ജ്മെന്റ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് നമ്മൾ ചെയ്യുക. ഇനി ഗോഡോറോൺ മെത്തേഡ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ബേസ്ഡ് പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ്. ഫസ്റ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറയാം, അതിനുശേഷം നമ്മുടെ ഓർഗനൈസേഷണൽ ഗോൾസ്, അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻഡ് സെനാറിയോസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഡെവലപ്പിംഗ് എ റിഫൈനിങ് ഐഡിയ, അതിന് വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ആൻഡ് എക്സ്പ്ലോർ, നമുക്ക് വേണ്ടിയിട്ടുള്ള കോണ്ടെക്സ്റ്റ്, ഓഡിയൻസസ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, അതിൽ നിന്നുള്ള ഇൻസൈറ്റ്സ് എടുക്കുക. ഇനി സ്ട്രക്ചേർഡ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ബ്രെയിൻ സ്റ്റോമിംഗ്, മൈൻഡ് മാപ്പിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുക. കമ്പൈൻ ആൻഡ് അഡാപ്റ്റ്, അതിൽ സ്കാമ്പർ മെത്തേഡാണ് യൂസ് ചെയ്യുക. ഇനി പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ മോഡൽസ് ക്രിയേറ്റ് ചെയ്യാനാണ് പ്രോട്ടോടൈപ്പ് ക്രിയേഷൻ പറയുന്നത്. ഇനി റിഫൈനിങ് ഐഡിയാസ്, നമുക്ക് കിട്ടിയ ഐഡിയാസ് എന്ത് ചെയ്യുക, ഗ്യാദർ ചെയ്തതിന് ശേഷം ഗ്യാദർ ചെയ്തിട്ട് അതിന് ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുക, അതിൽ നിന്നുള്ള ഫീഡ്ബാക്സ് എടുക്കുക. ഇനി ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് എത്രത്തോളം ടെക്നിക്കലി വയബിൾ ആണ്, കോസ്റ്റ് മാർക്കറ്റ് ഫിറ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വേണോ എന്നുള്ളത് നോക്കുക. ടെസ്റ്റ് ആൻഡ് ഐട്രേറ്റ്, വേർഷൻസ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുക, ഫീഡ്ബാക്സ് എടുക്കുക, നമ്മുടെ ഗോൾസ് ആയിട്ട് അലൈൻ ചെയ്യുന്നുണ്ടോ എന്നും നോക്കുക. ഇനി നെക്സ്റ്റ് വൺ സ്ട്രാറ്റജീസ് ഫോർ ബ്രിങ്ങിങ് യുവർ ഇന്നോവേഷൻ ടു ലൈഫ്.
അതിന് വേണ്ടിയിട്ട് സ്ട്രാറ്റജിക് അലൈൻമെന്റ് ഉണ്ടാവണം, ക്ലിയർ ഒബ്ജക്റ്റീവ്സും ഓർഗനൈസേഷണൽ ഗോൾസും ഉണ്ടാവണം. കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊമോട്ട് ക്രോസ് ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ, ഇൻവോൾവ് ലീഡർഷിപ്പ് വേണം. പ്രോട്ടോടൈപ്പ് ആൻഡ് ഡെമോൺസ്ട്രേറ്റ്, ക്രിയേറ്റ് എ പ്രാക്ടിക്കൽ പ്രോട്ടോടൈപ്പ്. അതുപോലെ തന്നെ ഷോ ദ കസ്റ്റമർ വാല്യൂ ക്ലിയർലി. ബിസിനസ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ബിൽഡ് എ സോളിഡ് ബിസിനസ് കേസ്, ഷോ ദ കോസ്റ്റ് എഫിഷ്യൻസി, ആഡഡ് വാല്യൂ, യുണീക്ക് അഡ്വാൻറ്റേജ്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ എക്സിക്യൂഷൻ, ഇതിനൊക്കെ അലോക്കേറ്റ് ദ റിസോഴ്സസ് ആൻഡ് ടൈം, ഐഡന്റിഫൈ ദ പാർട്ട്നേഴ്സ് ഫോർ കോ ഡെവലപ്മെന്റ്, ചൂസ് ദ റൈറ്റ് ടൈം ഫോർ ലോഞ്ച്. ഇതൊക്കെയാണ് ഒരു എക്സിക്യൂഷൻ സ്ട്രാറ്റജി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചത്. ഇത് അതിൽ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് 3 മാർക്ക് ക്വസ്റ്റ്യൻസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് 5 മാർക്ക് ക്വസ്റ്റ്യൻസും ആണ്. ഇതൊക്കെ ഈ ഒരു നോട്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് എല്ലാവരും വായിക്കണം എന്തായാലും എക്സാമിന് മുമ്പ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സിലാണ് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ ഒരു ഹെഡിങ്സ് ഒക്കെ പഠിക്കുമ്പോൾ തന്നെ ലൈക്ക് നമുക്കിത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. അറ്റ്ലീസ്റ്റ് ഹെഡിങ്സും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് നോട്ട്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ഹെഡിങ്സും കാര്യങ്ങളും എല്ലാത്തിൻ്റെയും പഠിച്ചിരിക്കണം. എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് വർക്ക് ചെയ്യുന്നതെന്നുള്ളതും മനസ്സിലാക്കിയാൽ കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് എഴുതണം. എന്തായാലും ഈ പേപ്പറിന് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്ട്രോങ് ടീം ബിൽഡിങ്ങിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതെങ്ങനെയൊക്കെയാണ്, റോൾസ് ഐഡന്റിഫൈ, സ്കിൽ സെറ്റ്, ഡൈനാമിക് ടീം, ഇതിനെയൊക്കെ പറ്റി കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. അതുപോലെ പെയിൻ പോയിന്റ് ആൻഡ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞിരുന്നു. ഒരു ഐഡിയ ജനറേഷന്റെ പല പല ടെക്നിക്സ് ഏതൊക്കെയാണ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിക്കണേ. ടെക്നിക്സ് ഫോർ ഐഡിയ ജനറേഷൻ, ഇതിൽ നമ്മൾ പല പല മെത്തേഡ്സ് ഉണ്ട്, അറൗണ്ട് ഒരു 10 മെത്തേഡ്സ് ഉണ്ട്. ആ 10 മെത്തേഡ്സും എന്താണെന്ന് പഠിക്കാം. ഇനി നമ്മൾ പറഞ്ഞത് റിഫൈൻഡ് ഐഡിയ, റിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്. റിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റോ ഡാറ്റ ഉണ്ടാവും, അതിൽ നിന്ന് റിഫൈൻ കോൺസെപ്റ്റ്സും അസംഷൻസും ടെസ്റ്റും വാലിഡേഷനും ഫീഡ്ബാക്കും ഒക്കെ വെച്ചിട്ട് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അതിൽ നിന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മോഡ്യൂള്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക. ഈ മൊഡ്യൂളിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും, എഴുതാൻ പറ്റണം. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ ഓരോ ടോപ്പിക്സിൻ്റെ അടിയിലുള്ള ഹെഡിങ്സും കാര്യങ്ങളും ഒക്കെ എന്തായാലും നോക്കണം. ഇപ്പോൾ 10 പോയിന്റ് ഉണ്ടെങ്കിൽ ആ 10 പോയിന്റിൻ്റെയും ടൈറ്റിൽ പഠിക്കണം. അതിൻ്റെ അകത്ത് എഴുതാനുള്ളത് മനസ്സിലാക്കിയാൽ മതി. ലൈക്ക് എന്താണ് ഇപ്പോൾ മൈൻഡ് മാപ്പിംഗ്, എന്താണ് ബ്രെയിൻ സ്റ്റോമിങ്, എന്താണെന്നൊക്കെ മനസ്സിലാക്കുക. അത് ഏതിൻ്റെയൊക്കെ അണ്ടറിലാണ് ആ ഹെഡിങ്സ് വരുന്നതെന്നുള്ളതൊക്കെ പഠിക്കുക. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് വായിക്കുക ഈ ഒരു മൊഡ്യൂള്, തറവാക്കി വെക്കുക. ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഓരോ ഇപ്പോൾ ടോപ്പിക് ആണെങ്കിൽ ഐഡിയേഷൻ്റെ അണ്ടറിൽ വരുന്ന എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ടല്ലോ, ജസ്റ്റ് 1 ലൈൻ ആയിട്ട് അതിനെ എഴുതാം. കുറെ ഇപ്പോൾ 1 to 10 പോയിന്റ്സ് ഒക്കെ പറയുകയാണെങ്കിൽ ആ ഒരു ഇപ്പോൾ സ്കാമ്പർ ഒക്കെ പറയണമെങ്കിൽ അതിൻ്റെ ആ ഒരു ഓരോന്നും എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പഠിക്കുക. ചെറിയ ചെറിയ മീൻസ് ഇതുപോലെ സ്കാമ്പർ ഒക്കെ പോലെ എന്തെങ്കിലും ഒരു വേർഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ ടൈറ്റിൽസും പഠിക്കണം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു.